ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്നതാ ഞാൻ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് എൻ്റെ സർജറി. അത് ലേബർ റൂമിലൊക്കെ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ റൂം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ റൂമിൽ രോഗിയല്ല കേട്ടോ, കട്ടിൽമേൽ കണ്ടില്ലേ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ചുമയുള്ളതിനെ കൊണ്ട് ആവി പിടിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും വൈകുന്നേരം 6 മണിയാകുമ്പോഴാണ് ഓപ്പറേഷന്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 12 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അലർജിക്കുള്ള മരുന്നൊക്കെ അവർ തന്നിട്ടുണ്ട്, അപ്പോൾ കുടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു 10:30 ആകുമ്പോൾ ഭക്ഷണം കഴിച്ചതാണ്. 10 മണിയാകുമ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരം വരെ ഇനിയിപ്പോൾ ഇന്നൊന്നും ഭക്ഷണമൊന്നും ഉണ്ടാവില്ല, ഒന്നും കഴിക്കാനൊന്നും പറ്റില്ല. കൈമരുന്നാക്കുന്ന അവർ പിന്നെ അവരെ ID ഒക്കെ തൂക്കിയിട്ടുണ്ട്. ഇപ്പോൾ റൂമിലിരുന്നിട്ട് ഇങ്ങനെ ഫാൻ്റെ കാറ്റ് കൊണ്ട് ഇങ്ങനെ ചുമയൊക്കെ അധികമായിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ചുമ ഉള്ളതിനെ കൊണ്ട് എന്താണെന്ന് അറിയില്ല, ആവിയൊക്കെ പിടിക്കുന്നുണ്ട് കുറേ ദിവസമായി. പക്ഷേ എനിപ്പോൾ എന്തായാലും ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ 5 മണിക്കാണ് സമയം തന്നത് ചെയ്യാൻ കേട്ടോ. അതുവരെ ഇപ്പോൾ ഇങ്ങോട്ടും നടക്കല്ലേ, ഭക്ഷണമൊന്നും കഴിക്കാനൊന്നും പറ്റില്ലല്ലോ ഇനി. അതിൻ്റെ ഇടയിൽ പിന്നെ ലേബർ റൂമിൽ നിന്ന് അവർ പിന്നെ അനസ്തേഷ്യ കൊടുക്കാനുള്ള ഫോമും കാര്യങ്ങളൊക്കെ എഴുതാനും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രസവം നിർത്താനുള്ള ഫോമും അനസ്തേഷ്യ കൊടുക്കാനുള്ള ഫോമൊക്കെ സൈൻ ചെയ്യാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതേപോലെ എഴുതിയിട്ട് സൈൻ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു തന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞതാക്കണ ക്യാനിലിടാൻ വന്നിട്ടുണ്ട്. കൈമേൽ സിസ്റ്റർമാരെത്തിയിട്ടുണ്ട്. കൈക്കൊക്കെ പൊതുവെ വന്നുള്ള ആളതിനെ കൊണ്ട് വെയിനൊക്കെ കിട്ടാൻ കുറച്ച് പണിയാണ്. എന്നാലും കുഴപ്പമില്ല, വേഗം കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് വലിയ സൂചിയാണുണ്ട്, കാരണം അനസ്തേഷ്യൻ്റെ ഒക്കെ കൊടുക്കേണ്ടി അവിടെ അല്ലേ ഓപ്പറേഷൻ തിയേറ്ററിൽ പോണതിനെ കൊണ്ട് കുറച്ച് വലിയ സാധാരണക്കാരും കുറച്ച് വലിയ സൂചിയാണ് അവരുടെ. അതൊക്കെ കഴിഞ്ഞ് നോക്കുന്ന ഇതൊരു ടെസ്റ്റ് വെച്ചാൽ കേട്ടോ, ആവി ഇരിക്കുകയാണ്. അങ്ങനെ നെബുലൈസൊക്കെ കഴിഞ്ഞ് പിന്നെ അവർ എനീമ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് മേല് ഒരു ലോഷൻ ഇട്ടിട്ടൊന്ന് മേലൊക്കെ ഒന്ന് കഴുകാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. പിന്നെ അതാക്കുന്ന യൂറിനിൽ പൈപ്പ് ഇടാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെച്ചിരിക്കണുണ്ടോ. പിന്നെ ഗ്ലൗസ് പിന്നെ കത്തീറ്ററൊക്കെ കൊണ്ടുപോയി വെച്ചിരിക്കണം, സിറിഞ്ചും അതേപോലെ ഗ്ലൂക്കോസും ഇഞ്ചക്ഷനും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ എനീമ തരും. അപ്പോൾ വയറ് മോറ അതൊക്കെ ഇതാക്കുന്ന കണ്ടില്ല, ഇതാണ് എനീമ കേട്ടോ. ഞാൻ പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ അറിയില്ല. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.